മഴ തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് ഒരു അപകടം പറ്റുന്നുണ്ട് സ്റ്റാൻലിയുടെ വീട്ടിൽ. അതായത് സ്റ്റാൻലിയുടെ ഭാര്യയുടെ സഹോദരി അവരാണ് അലീനയെ അപകടപ്പെടുത്തുന്നത്. അങ്ങനെ കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന അലീന വല്ലാത്തൊരു വിഷമമാണ്. അതെന്തായാലും അതിന് പകരം വീട്ടാൻ സ്റ്റാൻലി പോകുന്നുണ്ട്. സ്റ്റാൻലി സ്വന്തം വണ്ടി കൊണ്ടുപോയി അവരുടെ വണ്ടി, അതായത് അലീനനെ ഉപദ്രവിച്ച വണ്ടി ഇടിച്ച് തകർക്കുന്നൊക്കെ ഉണ്ട്. അതിൽ അലീന സ്റ്റാൻലിനായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ലക്ഷങ്ങൾ വിലയുള്ള കാറ് നശിപ്പിച്ച് കളഞ്ഞു. പപ്പയുടെ ഈ സാമർഥ്യമാണല്ലോ, അഹങ്കാരമാണ് പണമുള്ളതിൻ്റെ. ഇപ്പോൾ ഈ വണ്ടി അച്ഛൻ പപ്പ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിറ്റ് കളയും. അതായത് ഇരുമ്പ് കഷ്ണങ്ങളാക്കി തൂക്കി കൊടുക്കും എന്ന് പറയും. അതിനെത്ര എന്നിട്ട് ചിലപ്പോൾ അതിന് 2 ലക്ഷം രൂപ വരെയും കിട്ടും എന്ന് പറയും. അപ്പോൾ ഈ നിസാരമായി പറഞ്ഞ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര അനാഥ പിള്ളേർക്ക് ജീവിക്കാമെന്ന് പറയും. മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, എന്ത് പറയുമ്പോഴും ഒന്നിൽ പറഞ്ഞ് രണ്ടാമത്തേൽ ഈ അനാഥ പിള്ളേർ അനാഥാലയെന്ന് പറയരുത്, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ ഭാഷ ഇവിടെ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞു സ്റ്റാലി ദേഷ്യപ്പെട്ട് പോകും. അപ്പോൾ അവതക്കുട്ടി ചായ പറയും, നീ എന്തിനാ മോളെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു, അവൻ ആ അനാഥാലയെന്ന് കേൾക്കണത് പോലും ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിയാലോ എന്ന് പറയും. എന്നാലും വല്യപ്പച്ച അത് ഭയങ്കര ദ്രോഹമായില്ലേ, അവരോട് ആ പകരം വീട്ടിയിട്ട് എന്താ കാര്യം, മാത്രമല്ല ആ കാറ് നശിപ്പിച്ചില്ല, എത്ര വിലയുണ്ട്, പണമുള്ളതിൻ്റെ അഹങ്കാരമല്ലേ പപ്പയ്ക്ക് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ എന്തായാലും ഇനിയുള്ള കണക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളും തിന്നേണ്ട പണം മറ്റൊരു സ്ത്രീന് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ. കുട്ടികൾ താമസിക്കുന്ന വീട്ടിൽ എന്താ ഒരു വൃത്തിയുമില്ല, വെടുപ്പുമില്ല, തൊഴുത്ത് പോലെ. ആ സ്ത്രീ, അതായത് ആ റീത്താമ്മ എന്ന് പറഞ്ഞ സ്ത്രീ താമസിക്കുന്ന വീട്ടിലോ എന്തൊക്കെയാണ് കാണുന്നത്, ഫർണിച്ചറും വീടും ഒക്കെ. അപ്പോൾ ഈ പണങ്ങൾ എവിടേക്കാണ് പോണേന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. മോളെ, നീ അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുന്നതാണ് നല്ലത്, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല പച്ച, എൻ്റെ അനിയത്തിമാർ സഹോദരിമാർ കഴിക്കേണ്ട ഭക്ഷണം, അതുപോലെ തന്നെ അവർ ചിലവാക്കേണ്ട രൂപ മറ്റൊരാൾ തിന്നാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അലീനിനെ കാണാൻ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് മനു എത്തുന്നുണ്ട്. അപ്പം മനുവിനെ കാണുമ്പോൾ ഡ്രൈവർക്കും ജോലിക്കാരനും വലിയ സന്തോഷമൊന്നും ആവില്ല. അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ മനു എന്ന് പറയും. ആ, അലീനയുടെ ഇഷ്ടക്കാരനാണെന്ന് മനസ്സിലായി. ഒരു ദിവസം അതിന് മുന്നും വന്നിട്ടുണ്ട്. എന്തായാലും സ്റ്റാലിക്ക് മനുവിന് ഇഷ്ടമില്ല എന്നുള്ള കാര്യം ജോലിക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവരും ആ ഇഷ്ടക്കേട് പുറത്ത് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുറിയിലുണ്ടെന്ന് പറയും. അങ്ങനെ അയാൾ അങ്ങോട്ട് പോകും, വലിയ മൈൻഡ് ചെയ്യാണ്ട്. അങ്ങനെ മനു അലീനയുടെ മുറിയുടെ വാതിൽ ചെന്ന് ഇങ്ങനെ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ മുട്ടും. ആരായാലും കടന്നു വന്നോളൂ, ഞാൻ വാതിൽ കുറ്റിയിട്ടിട്ടൊന്നുമില്ല എന്ന് പറയും. അലീന കാലിലൊക്കെ പ്ലാസ്റ്റൊക്കെ ഇട്ട് കിടക്കണ്. അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒരു വിളി പോലും ഇല്ലാണ്ടുള്ള മനുവേട്ടൻ വന്നതെന്ന് അറിയും. അങ്ങനെ മനു അലീനയുടെ മുറിയിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നായ്ക്കൾ 2 പേരും കൂടെ മനുവിൻ്റെ മേത്തേക്ക് ചാടി വീഴും. മനു ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കണ്. അപ്പോഴത്തേനും അലീന ശാസനയോടെ വിളിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നായ്ക്കൾ വേഗം തിരിഞ്ഞു വരും. ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയും. എന്നിട്ട് എന്നാലും മനുവിനെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാലുമലൊക്കെ ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. ഇതെന്താടി ഇങ്ങനെ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇനി വരുമ്പോൾ മനുവേട്ടനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മനുവേട്ടൻ്റെ സ്മെല്ല് അവർ സേവ് ചെയ്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞ് അലീനെ കളിയാക്കും. എന്നിട്ട് മനുവിന് ഒരു കസേര ഇട്ട് കൊടുക്കും. എന്നിട്ട് കസേരയിലിരിക്കും. എൻ്റെ അപകടത്തിനെ കുറിച്ചൊക്കെ ചോദിക്കും. അതൊന്നും സാരമില്ല, ശ്രദ്ധയില്ലാണ്ട് പറ്റിയതാണെന്ന് പറയുള്ളൂ, അല്ലാണ്ട് ആരും അപായപ്പെടുത്താൻ നോക്കിയതൊന്നും പറയില്ല മനുവിനോട്. അതിനുശേഷം ഒരുപാട് സംസാരിക്കുന്നുണ്ട്. വീട്ടിൽ അവർ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത വിളിക്കാറ് പോലുമില്ല. ബബി ആകെ മാറി. ഞാൻ ബബി പുതിയ ഫോൺ നമ്പറൊക്കെ ആക്കി രോഹിത് നമ്പർ തന്ന് ഞാൻ വിളിച്ചിട്ട് അവൾ തിരിച്ച് വിളിച്ചില്ല. അവളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ എറണാകുളത്താണ്. അവളിപ്പോൾ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് കടന്നിട്ടുണ്ട്. അവൾക്ക് അഹങ്കാരമൊക്കെ വീണ്ടും വെച്ചു. അവൾ നല്ല കുട്ടിയായതായിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പോൾ അതേ അവൾ വീണ്ടും അലക്ഷ്യമായിട്ടാണ് നടക്കണതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണമോളെയും ബാലചന്ദ്രൻ്റെയും കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളും കൊല്ലപ്പള്ളിയിലെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം അനുവായതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് അലീന, ഞാനൊരു കാര്യം കൂടി ചോദിക്കാനാണ് നിൻ്റെ അടുത്തേക്ക് വന്നത്. എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി, 28 വയസ്സ് കഴിഞ്ഞു, നിനക്കും 24 23 വയസ്സൊക്കെ ആയില്ലേ, ഇനി എത്ര നാൾ നിന്നെ കാത്തിരിക്കണം? എന്തായാലും നീ എന്നോട് എന്തെങ്കിലും ഒന്ന് തുറന്ന് പറയണം, എന്നെയും വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പപ്പയ്ക്ക് സമ്മതമാവോ എന്നറിയില്ല എന്ന് പറയും. നിൻ്റെ പപ്പയ്ക്ക് സമ്മതമല്ലെങ്കിൽ നീ എന്നെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, പരമാവധി നമുക്ക് സമ്മതിപ്പിക്കാൻ നോക്കാം മനുവേട്ടാ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് ഒരു വിവാഹം അത് പപ്പ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.
പിന്നെ പപ്പ സമ്മതിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. എത്ര നാൾ നിനക്കത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല മനുവേട്ടാ. കാരണം പപ്പനെ ഇപ്പം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പപ്പയ്ക്ക് ആരുമില്ല, ഭാര്യയോ മക്കളോ ബന്ധുക്കളോ ആരുമില്ല. ഒക്കെ എല്ലാവരും എനിക്ക് വേണ്ടി പപ്പനായിട്ട് പുറത്ത് പോയി. അതുകൊണ്ട് തന്നെ പപ്പനെ എനിക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ പപ്പയുടെ വാക്കും എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. എൻ്റെ ഇഷ്ടം നടത്തുന്നത് വരെയും നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ എന്ന് പറയും. അതാ മനു ചോദിക്കുന്നത്, എത്ര നാളെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. പറയും എനിക്ക് മനുവേട്ടനോട് എനിക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം കളയാൻ പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ മനുവേട്ടന് മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം, എന്നെ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഈ മറുപടി നിൻ്റെ മുഖമടച്ച റെഡിയായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയും. എന്നിട്ട് മനു ബാഗിൽ നിന്ന് അലീനയ്ക്ക് കൊണ്ടുവന്ന സ്വീറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അലീനയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ജോലിക്കാരൻ വന്നിട്ട് പറയും, സാറ് ടൗണിലേക്ക് ഇനി പോണത്, കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞെന്ന് പറയും. പക്ഷേ മനുവും അലീന അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കും. ഒരുപാട് നേരമായി മനു അലീനയുടെ അടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റാൻലിക്ക് ഭയങ്കര ദേഷ്യമാവും. അങ്ങനെ സ്റ്റാൻലി മനുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും, ഞാൻ പോകുന്നുണ്ട്, ഇറങ്ങണമെങ്കിൽ അവിടെ ബസ് സ്റ്റോപ്പിലാക്കാമെന്ന് പറയും. അങ്ങനെ അയാൾക്ക് ഞാൻ അലീനയുടെ അടുത്ത് ഇരിക്കുന്നത് ഇഷ്ടമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം മനു. അങ്ങനെ മനു മനസ്സോടെ അലീനയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കും എന്തോ പന്തികേട് മണത്തു. മനുവിനെയും കൊണ്ട് പോകണം പുറത്തേക്ക്. മനുവേട്ടനോട് എന്തെങ്കിലും സംസാരിക്കും, മനുവേട്ടനോട് എന്തെങ്കിലും മുഷിഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാവുള്ളൂ മനുവേട്ടനെയും കൊണ്ട് പപ്പ ഇങ്ങനെ നിർബന്ധമായിട്ട് പോകണേന്ന് മനസ്സിലായി. അതേപോലെ തന്നെയാവും കുളത്തൂപ്പുഴ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ മനു നമ്മുടെ സ്റ്റാൻലിയോട് നിർത്താൻ പറയുമെങ്കിലും സ്റ്റാൻലി നിർത്തൂല. സ്റ്റാൻലി നേരെ കൊണ്ടുപോകുന്നത് ആളുടെ റബ്ബർ തോട്ടത്തിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറയും, ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. എൻ്റെ മകൾക്ക് ഭയങ്കര ധാരാളിത്തമാണ്, അവൾക്ക് ജീവിക്കാൻ, അവൾക്ക് പണവും സ്വത്തും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ അവളുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ അവൾ അനാഥാലയത്തിലേക്ക് കൊടുക്കും. അപ്പോൾ അവളെ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരന് അതൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ഒരാളെ എൻ്റെ മകൾക്ക് ഞാൻ വിവാഹം കഴിച്ച് കൊടുക്കുള്ളൂ. അവൾ 10 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുപോകുന്നത് വല്ല അനാഥാലയത്തിലേക്കാവും. നിനക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗ്ഗമൊക്കെ എനിക്കുണ്ടെന്ന് പറയും. അതുകൊണ്ടായില്ല എന്ന് പറയും. ഇപ്പം നീ നിൻ്റെ വീട്ടിലൊരു ഉപകരണം വാഷിംഗ് മെഷീൻ മേടിക്കാൻ വെച്ച കാശായിരിക്കും, പക്ഷെ അവളതെടുത്ത് കൊണ്ടുപോയി അവളെ ഇഷ്ടത്തിന് പാവപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് മനുവിനെ അലീനയും തമ്മിൽ അകറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാലിൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല. എല്ലാം മനു ഇങ്ങനെ സ്കോർ ചെയ്ത് പോകും. ലാസ്റ്റ് സ്റ്റാലിലേക്ക് നിവർത്തിയില്ലാണ്ടാകുമ്പോൾ സ്റ്റാലിൻ പറയും, എങ്കിൽ ശരി, ഞാൻ വീണ്ടും പറയുന്നു, കൈതക്കൽ ഞാൻ ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരില്ല എന്ന് പറയും. അതെന്തുകൊണ്ട് അങ്കിളെ എന്ന് ചോദിക്കും. അതായത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നീ അവളുടെ സഹോദരനാണെന്ന് പറയും. അത് നിങ്ങളുടെ ജാതിയിലാണ്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾ മുറപ്രകാരം അവളെൻ്റെ മുറപ്പെണ്ണാണ്, എൻ്റെ ആൻറ്റീൻ്റെ മകള്, അവളെൻ്റെ മുറപ്പെണ്ണാണ്, അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്തുകൊണ്ടും യോഗ്യതയുണ്ടെന്ന് പറയും. എന്നാൽ ശരി, കൈതക്കൽ കുഞ്ഞിരാമമേനോൻ എന്ന അയാളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് എൻ്റെ മകളെ ഞാൻ കൊന്നാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ അലീനനെ അങ്ങോട്ട് വിവാഹം കഴിച്ച് തരില്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ജാതി മതം എനിക്ക് പ്രശ്നമില്ല, ഞാനും ഒരു ഹിന്ദു പെൺകുട്ടിയെ ജീവനായി സ്നേഹിച്ചതാണ്. പക്ഷേ ചതിയിലൂടെ അവളെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളെ തമ്മിലകറ്റി എൻ്റെ ജീവിതവും അവളുടെ ജീവിതവും നശിപ്പിച്ച കൊല്ലപ്പള്ളി കുഞ്ഞിരാമമേനോനും അയാളുടെ ആൺമക്കളും എന്നോട് ചെയ്തതിന് പകരം തന്നെയാണെന്ന് വിചാരിച്ചോ. എന്തായാലും അലീനനെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ച് തരില്ല, ഉറപ്പ്. നീ വേറെ വല്ല പെൺകുട്ടികളെ, നിൻ്റെ ഭാഗത്തിനുള്ള പെൺകുട്ടികളെ കണ്ട് വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. അലീനയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കേണ്ട, എൻ്റെ മരണശേഷം മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി, ഞാൻ ബസ് സ്റ്റോപ്പിലാക്കി തരാമെന്ന് പറയും. അപ്പം മനു പറയും, വേണ്ട അങ്ങളെ, എനിക്കറിയാൻ പോകാമെന്ന് പറയും. ഇവിടെ ബസ് സ്റ്റോപ്പൊന്നും ഇല്ല, ഒരുപാട് നടക്കേണ്ടി വരും. ഓ സാരില്ല അങ്ങളെ, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞ് മനു നേരെ നടക്കണ്. നമ്മുടെ സ്റ്റാൻലിയുടെ വണ്ടിയിൽ കയറുന്നില്ല. അപ്പോൾ എന്തായാലും മനുവിന് മനസ്സിലായി, സ്റ്റാൻലി മനുവിന് അലീനനെ വിവാഹം കഴിച്ച് കൊടുക്കില്ല എന്ന്. അങ്ങനെ മനു വല്ലാത്തൊരു നിരാശയോടെയാണ് തിരിച്ചു പോകുന്നത് കുളത്തൂപ്പുഴയിൽ നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.